friends, I am Chris and you're watching Krisha's Vlogs. So I thought to do a self-care routine and a self-care vlog. So let's start the video. First and makeup, eyeliner, lipstick, blush. So I can remove it. I will micellar water or microfiber towel. And I removed my makeup. അടുത്തത് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ പ്ലമ്മിന്റെ അലോവേര ജെൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ലാർജ് എമൗണ്ട് തന്നെ ചിന്നിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഐബ്രോസിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ അടുത്തത് നമ്മുടെ ഫേസ് ഒന്ന് റേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കാർമസിയുടെ ഫേസ് റൈസർ ആണ്. സോ നെക്സ്റ്റ് ഞാൻ ടേമറിക്കും ഓട്സ് പൗഡറും നമ്മുടെ മുൾത്താനി മീറ്റിയും ഒക്കെ ഇട്ടൊരു പൗഡർ വാട്ടർ ആയിട്ട് ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഫേസ് പാക്ക് എൻ്റെ നെക്കിലും ഫേസിലും കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം വേണം എനിക്ക് കുളിക്കാൻ. സോ ഞാൻ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും ബോഡി വാഷ്, നമ്മുടെ ബോഡി സ്ക്രബ്, ആഫ്റ്റർ ബാത്ത് ഉള്ള ബോഡി ലോഷൻസ്, അല്ലെങ്കിൽ എല്ലാം ബോഡി പോളിഷിങ് ഓയിൽ ആയാലും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ ഹൈ ഫ്രണ്ട്സ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞെത്തി. ഇനി അടുത്ത് എൻ്റെ സ്കിൻ കെയർ സെഷൻ ആണ്. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ ഹെയർ ഇങ്ങനെ ലീവ് ചെയ്ത് വിട്ടിട്ടുണ്ട്, കുറച്ച് ഉണങ്ങാനായിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ആസ് യു ഓൾ നോ മിനിമൽസിന്റെ സലിസിലിക് ആസിഡ്, ഞാനൊരു സലിസിലിക് ആസിഡ് ഫാൻ ആണ്. അതുകൊണ്ട് തന്നെ മിനിമൽസിന്റെ സലിസിലിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. This is actually very light texture and ഈ സിറം എനിക്ക് എൻ്റെ ഒരു ഇത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വഴുവഴുക്കലുള്ള അല്ലെങ്കിൽ ഒരു തിക്ക് ടെക്സ്ചർ ഉള്ള സീറംസ് അത്ര പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്. കാരണം എനിക്ക് അതിൻ്റെ മുഖത്ത് ഭയങ്കര ഇച്ചിങ് പോലെ, അല്ലെങ്കിൽ ഇച്ചിങ് അല്ല, എനിക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ കെയർ സെഷനിൽ പ്രത്യേകിച്ച് വെറൈറ്റീസ് ഒന്നുമില്ല. കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, എപ്പോഴും യൂസ് ചെയ്യുന്ന സെയിം സ്റ്റെപ്സ് ആൻഡ് സെയിം പേഴ്സൺ. എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ വെറൈറ്റി ഒന്നും കാണില്ല. ഞാൻ നൈറ്റ് സ്കിൻ കെയർ, എനിക്ക് പേഴ്സണലി നൈറ്റ് സ്കിൻ കെയറിനെക്കാട്ടിലും മോർണിംഗ് സ്കിൻ കെയർ ആണ് കുറച്ചുകൂടെ ബെറ്റർ. ലൈക്ക് ഐ ലൈക്ക് ടു ബി സോ ഡ്യൂയി. അതിനുശേഷം ഞാൻ ഈ ഒരു കേസർ ആൻഡ് കോജിക് കളർ കറക്ഷൻ ക്രീം, അതായത് സ്പോട്ട് കറക്ഷൻ ക്രീം യൂസ് ചെയ്യാണ്. എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തൊക്കെ ഞാൻ കളർ കറക്ടർ യൂസ് ചെയ്തത്,
സ്പോട്ട് കറക്റ്റർ യൂസ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഡാബിങ് ഇറ്റ്. ഇത് എന്റെ ഫേസിന് ഭയങ്കര ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. സോ അവിടെയൊക്കെ എന്താ പിഗ്മെന്റേഷൻസ് ഒക്കെ മാറ്റാനായിട്ട് എനിക്ക് ഇതാണ് ഹെൽപ്പ് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഹെയറിലോട്ട് കിടക്കാം. ഹെയർ ഞാൻ ഫസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്യാൻ വേണ്ടി കെട്ടിവെച്ചിരുന്ന ആ ടൈ ഒന്ന് അഴിക്കണം. ഞാൻ കണ്ടീഷണർ ഇട്ട കാരണം ഒരു നല്ലൊരു രീതി കിടക്കുന്നുണ്ട് മുടി. എന്റെ ഹെയർ സ്ക്വീസ് ഞാൻ സ്ക്വീസിന് വേണ്ടിയിട്ട് കെട്ടിവെച്ചിരുന്ന എന്റെ ഹെയർ ടവൽ അഴിച്ചതിന് ശേഷം 2 പാർട്ടീഷനായിട്ട് തിരിച്ചു. ആൻഡ് ഐ എം ഗോണ അപ്ലൈ ദിസ് ആൽപ്സ് ഗുഡ്നസ് ഹിബിസ്കസ് ആൻഡ് അവക്കാഡോ ലീവ്-ഇൻ കണ്ടീഷണർ. എൻ്റെ ഒരു വേവി ഹെയർ ആയതുകൊണ്ട് തന്നെ ലീവ്-ഇൻ കണ്ടീഷണേഴ്സ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദിസ്. ആൻഡ് നല്ലതായിട്ട് നമ്മൾ പാവന് നല്ലതായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇത് വരും. ഞാൻ അത്ര എടുക്കുന്ന 2 മുടിയിലായിട്ട്, അതായത് 2 പാർട്സിലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടാണ്. ഫസ്റ്റ് കൈ ഒരു ഹെയറിൽ അപ്ലൈ ചെയ്തു ആൻഡ് സെക്കൻഡ് കൈ മറ്റേ ഹെയറിലും കൂടെ. And after that അത് അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ ഹെയർ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടു മെയിൻറ്റൈൻ മൈ കേൾസ്. So that's all. And നമ്മുടെ വീഡിയോ ഇതോടെ കഴിഞ്ഞു. It's the end part of our video. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ കാണാം. പ്ലീസ് ക്ലിക്ക് ദാറ്റ് ടു. And love you all. Bye bye.